ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരിമംഗല്യം, അതുപോലെ മുഖത്തുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഏജ് സ്പോട്ട്സ്, ഫ്രെക്കിൾസ്, അതുപോലെ എന്തെങ്കിലും മുഖക്കുരു വന്നിട്ടുള്ള കറുത്ത പാടുകൾ, മുറിഞ്ഞിട്ടുള്ള സ്കാർസ്, ഇതൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിൻ നല്ല ഈവൻ ടോൺ ആവാൻ സഹായിക്കുന്ന ഈ ഒരു ഫേസ് പാക്കിനെ നമുക്ക് പരിചയപ്പെടാം. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ആർക്കൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ വിശദമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്നത് പഞ്ചഗന്ധ ചൂർണ്ണമാണ്. പഞ്ചഗന്ധ ചൂർണ്ണം നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. സാധാരണയായിട്ട് പഞ്ചഗന്ധ ചൂർണ്ണം നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ കൊടുക്കാറുണ്ട്. തലവേദന, അതുപോലെ തന്നെ തലകറക്കം, വെർട്ടിഗോ പോലുള്ള കണ്ടീഷൻസ്, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഒരു മരുന്നാണ് പഞ്ചഗന്ധ ചൂർണ്ണം. ഇത് നമ്മുടെ സ്കിന്നിനെ ഒരു ഈവൻ ടോൺ ആക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമുക്ക് ഇത് ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിൽ ചന്ദനം, അതുപോലെ തന്നെ രാമച്ചം, പച്ചക്കർപ്പൂരം, അതുപോലെ ഇരുവേലിക്കിഴങ്ങ്, കച്ചൂരക്കിഴങ്ങ്, മുത്തങ്ങ ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ സ്കിന്നിന് രാമച്ചും അതുപോലെ തന്നെ ചന്ദനവും ഒക്കെ നമ്മുടെ ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് നമുക്ക് കരിമംഗല്യം ഉള്ളവർക്ക്, അതായത് മെലാസ്മ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ചുണ്ടിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം, അതല്ലെങ്കിൽ നമ്മുടെ താടിയിലുണ്ടാകുന്ന കറുപ്പ് നിറം, മൂക്കിൻ്റെ ഇരുവശങ്ങളിലായിട്ടുണ്ടാകുന്ന കറുപ്പ് നിറം, നെറ്റിയിലുണ്ടാകുന്ന ഡിസ്കളറേഷൻ, ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏജ് ആകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഏജ് സ്പോട്ട്സ്, ഒരു ബ്രൗണിഷ് കളറിൽ ഏജ് സ്പോട്ട്സ് വരാറുണ്ട്, അതുപോലെ ഫ്രെക്കിൾസ് വരാറുണ്ട്. ഇതൊക്കെ മാറാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് ഫ്രെക്കിൾസ് നിറം മങ്ങാനും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മുഖക്കുരുക്കൾ വന്നിട്ടുണ്ടാവുന്ന പാടുകൾ മാറാൻ, എന്തെങ്കിലും ചിക്കൻ ബോക്സ് പോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുന്ന പാടുകൾ, കറുത്ത പാടുകൾ മാറാൻ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസിസ് എന്നുള്ള കണ്ടീഷൻസിലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ കഴുത്തിലൊക്കെ കറുത്ത നിറം ഉണ്ടാവുക, അവിടെയുള്ള സ്കിന്ന് കുറച്ച് കട്ടിയാവുക, ഇങ്ങനെയുള്ള കണ്ടീഷനാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസിസ് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻസിലും ഈ ഒരു ഫേസ് പാക്ക് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിന് നല്ലൊരു മണമാണ് ചന്ദനവും രാമച്ചും പച്ചക്കർപ്പൂരവും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതാണ് ഇതിന് പഞ്ചഗന്ധ ചൂർണ്ണം എന്നുള്ള പേര് വന്നിട്ടുള്ളത്. നല്ല ഒരു ഫ്രാഗ്രൻസ് ആണ്, നമുക്ക് മനസ്സിന് ഒരു കുളിർമ നൽകുന്ന മണമാണ്. അതുകൊണ്ട് നമുക്ക് ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഒരു കാമിങ് എഫക്റ്റ് കിട്ടും. അതുപോലെ വളരെ കൂളാണ്, നല്ല തണുപ്പുള്ള ഒരു പാക്കാണ്. ചന്ദനവും രാമച്ചും ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ കൂളിംഗ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാമിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കുന്നതാണ്. ഇനി ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കരിമംഗല്യം, മെലാസ്മ പോലുള്ള കണ്ടീഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഓയിൽ മസാജ് ചെയ്തതിന് ശേഷമാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ നല്ലത്. കൂടുതൽ അബ്സോർപ്ഷൻ കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. അപ്പോൾ നമുക്ക് ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുങ്കുമാതി തൈലം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏലാതി തൈലവും കുങ്കുമാതി തൈലവും മിക്സ് ചെയ്തിട്ട് നമുക്ക് കരിമംഗലം ഉള്ളവർക്ക് ഈ ഒരു കുങ്കുമാതി തൈലവും ഏലാതി തൈലവും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവായി കണ്ടിട്ടുണ്ട്. കരിമംഗലം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല മറ്റ് സ്കിൻ കണ്ടീഷൻ, പാടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏലാതി തൈലം, നാൽപ്പാമരാതി തൈലം, അല്ലെങ്കിൽ കുങ്കുമാതി തൈലം, ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മുഖം ആവി കൊള്ളുക. ആവി കൊണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പഞ്ചഗന്ധ ചൂർണ്ണം കോട്ടക്കലിൻ്റെ നമുക്ക് ചെറിയൊരു പാക്ക് കിട്ടുന്നതാണ്. 10 ഗ്രാമിൻ്റെ പാക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. 10 ഗ്രാമിൻ്റെ പാക്കിന് നമുക്ക് 1-2 പ്രാവശ്യം നമുക്ക് ഒരു 10 ഗ്രാമിൻ്റെ പാക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പഞ്ചഗന്ധ ചൂർണ്ണം നമുക്ക് പാലിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പാലിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല നമുക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ റോസ് വാട്ടറിൽ ഉപയോഗിക്കാവുന്നതാണ്. ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ
നമുക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തിക്നെസ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ 1 സെൻറ്റിമീറ്റർ തിക്നെസ് എങ്കിലും വേണം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ. അതിനുശേഷം ഒരു 15 to 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ വളരെ ഡ്രൈ ആവാൻ വിടരുത്. നമ്മൾ സ്കിന്ന് വലിഞ്ഞു മുറുകുന്ന അത്രയും ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. നമ്മളെ ടോപ്പ് ലെയർ ഒന്ന് ഡ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വളരെ റബ്ബ് ചെയ്ത് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. വളരെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഓയിൽ, നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ നമുക്കൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓയിലി സ്കിൻ ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക. അവർ ചെറിയ എന്തെങ്കിലും ജെല്ല് പോലുള്ള ഒന്ന് അലോവേറ ജെല്ലോ ആഫ്റ്റർ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം അലോവേറ ജെല്ല് പോലുള്ള അധികം ഓയിലി അല്ലാത്ത എന്തെങ്കിലും ഒന്ന് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം വൈകുന്നേരങ്ങളിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. രാവിലെ അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് വെയിലിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്കിന്ന് അത് കൂടുതൽ ഡാർക്ക് ആവാൻ സാധ്യതയുണ്ട്, സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈവനിങ്ങിൽ വെയിൽ പോയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക. വീട്ടിൽ തന്നെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പകൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പോകാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ആദ്യം ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു കണ്ടിന്യൂസ് ഒരു മാസമൊക്കെ ആൾട്ടർനേറ്റ് ഡേയ്സ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാം. പിന്നെ വീക്കിലി 3 പ്രാവശ്യമായിട്ടും പിന്നെ വീക്കിലി 1 പ്രാവശ്യമായിട്ടും കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ വളരെ എഫക്റ്റീവാണ് ഇത്. ഈ ഒരു കരിമംഗലത്തിന് ഞാൻ ഇതുപോലെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കരിമംഗലത്തിൻ്റെ 3 സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതാണ് എളുപ്പമെങ്കിൽ ആ ഒരു പാക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഇവിടെ വീഡിയോ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.